ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്നൊരു മൾട്ടി കളർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നുള്ളത്. അത് ഞാൻ മാംഗോയും ക്യാരറ്റും പിന്നെ ഒരു 2-3 ലെയറായിട്ട് നല്ല എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുഡിങ്ങിലേക്ക് ഞാൻ ഒരു പകുതി ക്യാരറ്റാണ് എടുത്തത്, ചിരകിയിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഷുഗർ, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനൊരു 10 മിനിറ്റ് വേവാൻ വെച്ചത്. ഒരു ലോ ഫ്ലെയിമിലാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഞങ്ങൾ പുഡിങ് സെർവ് ചെയ്യുന്ന പാത്രക്ക് ഒരു പകുതിയോളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതിക്ക് ഞാൻ മാംഗോ ആണ് എടുത്തത്. അത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങാണ്, അതുകൊണ്ടത് വേവിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളം ഒഴിച്ചിട്ടുള്ള ജ്യൂസ് ആക്കിയതാണ്. അതിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ടിട്ട് നല്ല മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെ പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ജെല്ലി, ഏതെങ്കിലും ഫ്ലേവേർഡ് ജെല്ലി ആണെങ്കിലും അത് ഇങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് സെറ്റാവാൻ ഫ്രിഡ്ജിൽ വെക്കുക, സെക്കൻഡ് ലെയർ റെഡി ആവുന്നവരെ. സെക്കൻഡ് ലെയർക്ക് ഞാനൊരു 20ഓളം ബദാം തോല് കളഞ്ഞിട്ട് ഒരു 2 സ്പൂണ് ഓട്സും ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 സ്പൂണ് പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 കപ്പ് പാലിലേക്ക് ഈ പേസ്റ്റും ഇട്ടിട്ട് നല്ല തിളപ്പിക്കുക. മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിക്ക് കട്ട കെട്ടും. കട്ട കെട്ടാതെ നോക്കണം. എല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഇതിലേക്കൊരു 3 സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു ഷുഗർ ലെവൽ വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് തളിച്ച ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു 2 സ്പൂൺ പാലും മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തത്. അതൊന്ന് നല്ല തിക്ക് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് വാനില എസൻസും, എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. അതിന് പകരം നിങ്ങൾക്ക് സ്പ്രെഡബിൾ ചീസോ അല്ലെങ്കിൽ ക്യൂബ്സ് ചീസോ അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നിട്ട് 1 സ്പൂൺ ഞാൻ കണ്ടൻസ് മിൽക്ക് ഇട്ടു. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. എല്ലാം കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും ഇടാം, അല്ലെങ്കിൽ വെറും ഷുഗറും ഇടാം, നിർബന്ധമൊന്നുമില്ല. അതൊരു നല്ല കൺസിസ്റ്റൻസി ആയ ശേഷം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാണ്. ഞാനൊരു 2-3 സ്പൂണ് തേങ്ങൻ്റെ വെള്ളമാണ് എടുത്തത്. അതിൻ്റെ പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് തന്നെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ബനാനാണ്, പഴം ഫുള്ളും കട്ട് ചെയ്തിട്ട് ട്രേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വെക്കുകയാണെങ്കിലും വെക്കാം. കിവി ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും എന്തെങ്കിലും വെക്കാം. ഞാൻ പഴം എടുത്തെന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച സെക്കൻഡ് ലെയറാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊന്ന് അറേഞ്ച് ചെയ്യാം. എല്ലാ സൈഡും ഈക്വൽ വരുന്ന പോലെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് സൈഡിലേക്ക് ബദാമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണം അതിട്ട് കൊടുക്കുക. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഫ്രൂട്ട്സോ ഇല്ല അനാറോ എന്തും ഇട്ട് കൊടുക്കുക. കളർഫുൾ ആക്കണമെങ്കിൽ കളർഫുള്ളും ആക്കാം. ഞാനിപ്പോൾ ഇത് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് സിറപ്പാക്കിയതാണ്. അത് ബ്രെഡിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാനൊരു പാക്കറ്റ് ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു, പക്ഷേ എൻ്റെ മോൻ അത് തിന്ന് കാലിയാക്കി, അടിഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് വെച്ച് ഒപ്പിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നാലോ വെച്ച് കാണിച്ചു തന്നതാണ്. എന്നിട്ട് എല്ലാ ബ്രെഡും സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. എന്നിട്ട് എഡ്ജൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഫ്ലിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.